ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। श्री हरि ओं तत्सत्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത നമ്മൾ 3-ാമത്തെ അധ്യായം കംപ്ലീറ്റ് ചെയ്തിരുന്നു. 4-ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ചാപ്റ്റർ 4. എന്താണ് ടൈറ്റിൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്? യെസ്, അതീന്ദ്രിയ ജ്ഞാനം. മലയാളത്തിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ ട്രാൻസെൻഡൻ്റൽ നോളജ് എന്നാണ് പറയുന്നത്. അതീന്ദ്രജ്ഞാനത്തെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ട്രാൻസെൻഡ് നോളജ് എന്നാണ് പറയുന്നത്. ചാപ്റ്റർ അപ്പോൾ 1-ാമത്തെ ശ്ലോകം നോക്കാം. 4.1. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഇക്ഷ്വാകവേ ബ്രവീത്. വായിച്ചോളൂ ശ്ലോകം. ആർക്ക് വേണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്താവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷാകവേ ബ്രവീത്. ഹരേ കൃഷ്ണ. യെസ്, വേറെ ആരെങ്കിലും വായിക്കുന്നു ശ്ലോകം? ശ്ലോകം വായിക്കുന്നത് നല്ലതാണ്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷാകവേ ബ്രവീത്. വെരി ഗുഡ്. വേറെ ആരും വായിക്കുന്നില്ല? ഓക്കെ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ ഹമവ്യയം വിവസ്വാൻ മനേവ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആരെങ്കിലും? എനിബഡി എൽസ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം 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 ഹരേ ഹരേ. ഓക്കെ, വേണ്ട, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. സൂര്യഗ്രഹം മുതൽ എല്ലാ ഗ്രഹങ്ങളെയും ഭരിച്ചു പോരുന്ന
രാജവംശജർക്കായി ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടു. അതിപുരാതന കാലം മുതൽക്കുള്ള അതിന്റെ ചരിത്രം ഇവിടെ വിവരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളിലെയും ഭരണകർത്താക്കളായ രാജാക്കന്മാർ ഗ്രഹനിവാസികളുടെ സംരക്ഷണത്തിനും അവരെ കാമത്തിൽ നിന്നും ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും ആയിക്കൊണ്ട് ഭഗവത്ഗീതാശാസ്ത്രം അറിയേണ്ടിയിരിക്കുന്നു. ഭഗവാനുമായി ശാശ്വത ബന്ധം പുലർത്തിക്കൊണ്ട് ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കാനുള്ളതാണ് മനുഷ്യജീവിതം. എല്ലാ ഗ്രഹങ്ങളുടെയും രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ വിദ്യാഭ്യാസം, സംസ്കാരം, ഭക്തി എന്നിവയിലൂടെ പ്രജകൾക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ ചുമതലപ്പെട്ടവരാണ്. ജനങ്ങൾക്ക് ഈ മഹത്തായ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ മനുഷ്യജന്മം യഥാവസരം ഉപയോഗപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കാം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാൻ എല്ലാ ഭരണകർത്താക്കൾക്കും ബാധ്യതയുണ്ട്. ഈ മന്വന്തരത്തിലെ സൂര്യദേവൻ വിവസ്വാൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം സൂര്യഗോള ചക്രവർത്തിയാണ്. സൂര്യനാണ് ഈ സൗരയൂഥത്തിൽപ്പെട്ട സർവഗ്രഹങ്ങളുടെയും ഉത്ഭവസ്ഥാനം. ബ്രഹ്മസംഹിത പ്രസ്താവിക്കുന്നു: യച്ചക്ഷുരേഷ സവിതാ സകല ഗ്രഹാണാം രാജാ സമസ്ത സുരമൂർത്തിരശേഷതേജാഃ യസ്യാജ്ഞയ ഭ്രമതി സംപ്രത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ബ്രഹ്മദേവൻ പറഞ്ഞു: ആരുടെ ആജ്ഞയാൽ സൂര്യദേവൻ വിനയാന്വിതനായി ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവോ, സവിതാവ് ആരുടെ കണ്ണാകുന്നുവോ, ആരുടെ ആജ്ഞാനുസാരം ആ ഗ്രഹാധിപതി അമേയ തേജസ്വിയും പ്രഭാവശാലിയുമായി വർത്തിക്കുന്നുവോ, ആദിപുരുഷനായ ആ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ. സൂര്യദേവനാണ് സൗരഗ്രഹ മണ്ഡലത്തെ ഭരിക്കുന്നത്. ഇപ്പോഴത്തെ സൂര്യദേവൻ വിവസ്വാൻ ആകുന്നു. ഈ സൗരഗ്രഹം ചൂടും വെളിച്ചവും നൽകി മറ്റു ഗ്രഹങ്ങളെ ഭരിക്കുന്നു. കൃഷ്ണന്റെ ആജ്ഞയനുസരിച്ചാണ് സൂര്യന്റെ ഈ ഭ്രമണം. ഭഗവാൻ ഗീതാശാസ്ത്രം ഉപദേശിക്കുവാനായി വിവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. ഭഗവത്ഗീത നിസ്സാരനായൊരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ടി ചമച്ച ഊഹപ്രബന്ധമല്ല. സ്മരണാതീത കാലം മുതൽക്കേ മനുഷ്യന് കൈവന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമാണത്. മഹാഭാരതം ശാന്തി പർവത്തിൽ 348.51.52 ഗീതയുടെ ചരിത്രം വിവരിക്കുന്നു. തേത്രായുഗാദൗ ച തതോ വിവസ്വാൻ മനവേ ദദൗ മനുഷ്യലോകഭൃത്യർത്ഥം സുതായേക്ഷ്വാകവേ ദദൗ ഇക്ഷാകുണാ ച കഥിതോ വ്യാപ്യ ലോകാനവസ്ഥിതാഃ. ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ഈ ശാസ്ത്രം ത്രേതായുഗാരംഭത്തിൽ വിവസ്വാൻ മനുവിന് നൽകി. മനുഷ്യവംശപിതാവായ മനു സ്വപുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു. ഭൗമഗ്രഹത്തിന്റെ രാജാവും ശ്രീരാമചന്ദ്രൻ പിറന്ന രഘുവംശത്തിന്റെ പൂർവികനുമായിരുന്നു ഇക്ഷ്വാകു. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവിന്റെ കാലം മുതൽക്കേ ഭഗവത്ഗീത മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. 4,32,000 വർഷങ്ങൾ അടങ്ങിയ കലിയുഗത്തിൽ 5000 വർഷങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു. ഇതിനു മുൻപ് 8 ലക്ഷം വർഷങ്ങൾ അടങ്ങിയ ദ്വാപര യുഗവും അതിനു മുമ്പ് 12 ലക്ഷം വർഷങ്ങൾ അടങ്ങിയ തേത്രായുഗവും കഴിഞ്ഞുപോയി. അപ്പോൾ മനു തന്റെ പുത്രനും ശിഷ്യനുമായ ഇക്ഷ്വാകുവിന്, അന്ന് ഭൂലോകം ഭരിച്ചിരുന്ന രാജാവിന് ഗീതോപദേശം ചെയ്തത് ഏതാണ്ട് 20,05,000 വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോഴുള്ള മനുവിന്റെ വാഴ്ചക്കാലം 30,53,53,00,000 വർഷങ്ങളാണെന്നും അതിൽ 12,04,00,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണെന്നും കണക്കാക്കിയിരിക്കുന്നു. ഭഗവാൻ തന്റെ ശിഷ്യനായ വിവസ്വാന് ഗീത ഉപദേശിച്ചത് മനു ജനിക്കുന്നതിന് മുൻപാണെന്ന് കരുതുന്ന പക്ഷം ആ സംഭവം കുറഞ്ഞത് 12,04,00,000 വർഷങ്ങൾക്ക് മുൻപ് നടന്നിരിക്കണം. അങ്ങനെ ഭഗവത്ഗീത മനുഷ്യലോകത്തിൽ 2 ദശലക്ഷം സംവത്സരങ്ങളായി നിലനിന്നു പോരുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ അത് വീണ്ടും അർജുനന് ഉപദേശിച്ചു. ഭഗവത്ഗീതയെയും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രമാണമാക്കി നോക്കുമ്പോൾ അതിന്റെ ചരിത്രം ഏതാണ്ട് ഇങ്ങനെയാണ്. വിവസ്വാൻ എന്ന സൂര്യദേവൻ സ്വയം ക്ഷത്രിയനായതുകൊണ്ടും സൂര്യകുലജാതരായ ക്ഷത്രിയരുടെ ആദ്യ പിതാവായതുകൊണ്ടുമാണ് ഭഗവത്ഗീത വിവസ്വാൻ ഉപദേശിക്കപ്പെട്ടത്. ഭഗവാൻ ഉപദേശിച്ചതുകൊണ്ട് ഗീത വേദങ്ങളെ പോലെ വിശിഷ്ടമാണ്, അപൗരുഷേയമാണ്, മനുഷ്യകൃതമല്ലാത്തത്. വേദനിർദ്ദേശങ്ങളെ മാനുഷിക വ്യാഖ്യാനങ്ങൾ കൂടാതെ അംഗീകരിക്കുന്നത് പോലെ ഗീതയും ഭൗതിക വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഭൗതികവാദികൾ തങ്ങളുടെ വഴിക്ക് ഗീതയെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഭഗവത്ഗീതയുടെ സത്ത അതിലില്ല. ശിഷ്യപരമ്പര പ്രകാരം കൈവന്ന ഗീത അതേപടി സ്വീകരിക്കണം. ഇവിടെ വിവരിക്കപ്പെട്ട പോലെ ഗീത ശ്രീ ഭഗവാൻ സൂര്യദേവനും സൂര്യൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും തുടർന്ന് ഉപദേശിച്ചതായി വിവരിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഈ ഒരു ശ്ലോകത്തിലാണ് ഗുരുപരമ്പരയാണ് കാണിക്കുന്നത്.
ഭഗവാൻ പറയുന്നു അർജുനോട്, ഇത് ഞാൻ ആദ്യമായിട്ട് നിന്നോട് പറയുന്നതല്ല ഭഗവത്ഗീത. ഇതിനു മുമ്പ് ഞാൻ വേറെ ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു ഈ ശ്ലോകത്തിൽ. അദ്ദേഹം പറയുന്നു, ഞാൻ ആദ്യം വിവസ്വാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു മില്ലേനിയത്തിലെ കാര്യമാണ് ഭഗവാൻ പറയുന്നത്, അല്ലേ? ഭഗവാൻ വേറെ യുഗത്തിലെ വേറെ മന്വന്തരത്തിലെ കാര്യമല്ല പറയുന്നത്, ഈ മന്വന്തരത്തിലെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ആക്ച്വലി ബ്രഹ്മാവിൻ്റെ ഈ കൽപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, അല്ലേ? അതിൽ ഒരുപാട് കലിയുഗങ്ങൾ, നമുക്കറിയാം ഒരു ദിവസത്തിൽ എത്ര കലിയുഗം വരുന്നുണ്ട്, എത്ര ദ്വാപരയുഗം വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു കാൽക്കുലേഷനിലേക്കല്ല ഭഗവാൻ ജസ്റ്റ് ഇപ്പോഴത്തെ മന്വന്തരത്തിലുള്ള ഒരു കണക്കാണ് പറയുന്നത്. അതിന് മുമ്പിലത്തെ പറയുന്നില്ല. ആക്ച്വലി ഇത് ബ്രഹ്മാവിനാണ് എല്ലാ ജ്ഞാനവും തുടങ്ങുന്നത്. സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവിനെ ആദ്യം സൃഷ്ടിക്കുന്നു, പിന്നെ ബ്രഹ്മാവിലേക്ക് എല്ലാ അറിവും പകർന്നു കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ ഭഗവത്ഗീത ഇവിടെ ഈ ഒരു മില്ലേനിയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മന്വന്തരത്തിൽ നടന്നിട്ടുള്ള ആ ഒരു ഗുരു പരമ്പരയെക്കുറിച്ച് മാത്രമാണ് ഭഗവാൻ പറയുന്നുള്ളൂ. അത് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് വർഷങ്ങളൊന്നുമല്ല. അതാണ് ഇവിടെ പിന്നീട് അവസാന ഭാഗത്തിൽ ശിലപ്രഭുജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏകദേശം 12 കോടി വർഷങ്ങൾ മുമ്പ് ഗീത വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് 5000 വർഷം മുമ്പ് അർജുനോട് പറഞ്ഞതല്ല അതിൻ്റെ ഹിസ്റ്ററി. ഈ ഒരു മില്ലേനിയത്തിലെ കഥ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അതിനു മുമ്പിലുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടല്ല ഈ ജ്ഞാനം, ഈ ഭഗവത്ഗീതയിലെ ജ്ഞാനം അല്ലെങ്കിൽ ഈ തത്വങ്ങളെല്ലാം തന്നെ ഞാനിതിനു മുമ്പും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു, വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുക്കുന്നു, മനു പിന്നീട് ഇക്ഷ്വാക്കുവിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു പരമ്പരയായിട്ട് താഴോട്ട് വരുവാണ് ചെയ്യുന്നത്. ശിലപ്രഭാജി പറയുന്നു, പിന്നെ ഇവിടെ ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, സൂര്യനെ കുറിച്ചാണ് പറയുന്നത്. വിവസ്വാനാണ് ഇപ്പോഴത്തെ മില്ലേനിയത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്വന്തരത്തിലെ സൂര്യൻ, അദ്ദേഹമാണ് സൂര്യൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് വൈവസ്വത മനുവിൻ്റെ കാലത്താണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. സ്വയംഭൂ മനു, ആദ്യത്തെ മനു, അങ്ങനെ 14 മനുക്കളാണ് വരുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ. അതിലിപ്പോൾ 7ാമത്തെ മന്വന്തരമാണ് നടക്കുന്നത്. വൈവസ്വത മനു അല്ലെങ്കിൽ വിവസ്വാൻ സൂര്യദേവനായിട്ടുള്ള മന്വന്തരമാണ് ഇപ്പോൾ. വിവസ്വാൻ അല്ല മനു, വിവസ്വാൻ സൂര്യദേവനായിരിക്കുന്ന മന്വന്തരമാണ് ഇത്. അപ്പോൾ വൈവസ്വത മനു എന്നാണ് ഇപ്പോഴത്തെ മനുവിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഭഗവത്ഗീതയുടെ ഹിസ്റ്ററിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പഴയ കാര്യമാണ്, അല്ലാതെ ഇന്നും ഇന്നലെയും വന്നിട്ടുള്ളൊരു കാര്യമല്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സൃഷ്ടി നടക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം വേദങ്ങളെല്ലാം അത് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേദങ്ങളെല്ലാം അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. വേദങ്ങളെല്ലാം അതിപുരാതനമായിട്ടുള്ളതാണ്. സൃഷ്ടി നടക്കുന്ന സമയത്ത് തന്നെ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ്, അല്ലേ? അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഏത് ജ്ഞാനമാണെങ്കിലും അതീന്ദ്രിയ ജ്ഞാനമാണെങ്കിലും ഇതെല്ലാം വേദങ്ങളുടെ ഭാഗമാണ്. ഇവിടെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ച് എടുത്തു പറയുന്നു. ഭഗവത്ഗീതയുടെ ഹിസ്റ്ററി ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നു. ശിലപ്രഭുജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭാവാർത്ഥത്തിൽ, ഈ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് ആധ്യാത്മിക ജ്ഞാനത്തെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഭഗവാനുമായിട്ടുള്ള റിലേഷൻ നമ്മൾ മനസ്സിലാക്കുക. ആ ശാശ്വതമായിട്ടുള്ള നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കുന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ എല്ലാ പ്ലാനറ്റുകളിലും, ഇപ്പോൾ സൂര്യദേവൻ്റെ പ്ലാനറ്റ് ഒന്ന്, ചന്ദ്രദേവന് വേറെ പ്ലാനറ്റ്, ഭൂമിയിൽ വേറെ, ഇപ്പോൾ എല്ലാ പ്ലാനറ്റുകളിലും വെച്ച് സൺ പ്ലാനറ്റിൻ്റെ സ്ഥാനം
കൂടുതലാണ് ആക്ച്വലി. ഈവൻ നമ്മൾ സൈസ് നോക്കിയാൽ തന്നെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് സൂര്യൻ്റെ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ ഒരുപാട് വലുതാണ് ആക്ച്വലി. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സൺ പ്ലാനറ്റിൻ്റെ സ്ഥാനം വലിയ സ്ഥാനമാണ്. ഈവൻ നമുക്കറിയാം, അസ്ട്രോളജിയിൽ നോക്കുകയാണെങ്കിലും സൂര്യൻ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്. പിന്നെ അത് മാത്രമല്ല, സൂര്യവംശം, ചന്ദ്രവംശം എന്ന് പറയുന്ന പരമ്പരയും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സൂര്യവംശത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ വരുന്നത്, അദ്ദേഹം അവതാരമെടുക്കുന്നത്. ചന്ദ്രവംശത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ അവതാരമെടുക്കുന്നത്. ഇവിടെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ വരുന്നേക്കാൾ മുമ്പുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കണക്കാണ് പറയുന്നത്. എനിവേ, അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ വരുന്നത് ആ വിവസ്വാൻ്റെ ഇക്ഷ്വാക്കു മഹാരാജിൻ്റെ പരമ്പരയിലാണ്. കാര്യം അവരെല്ലാവരും ഒരു ലീനേജിലാണ് വരുന്നത്, സൂര്യവംശത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ജ്ഞാനം പഴയ അതായത് ഒരുപാട് പണ്ടും ഉണ്ടായിരുന്നതാണ്, പുതിയതല്ല എന്ന് അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ടല്ല ഇത് ഞാൻ ആരോടെങ്കിലും പറയുന്നത് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ശീലപ്രഭുപാജി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വിവസ്വാനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ബ്രഹ്മസംഹിതയിൽ നിന്ന് ഇവിടെ ശ്ലോകം കോട്ട് ചെയ്ത് ആക്ച്വലി അത് ഭഗവാന്റെ പൊസിഷനെ കുറിച്ച് പറയുകയാണ്. യക്ഷുരേഷ സവിത സഹലാഗ്രഹാണാം രാജ സമസ്ത സുരമൂർത്തി രശേഷ തേജ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു. ബ്രഹ്മാവ് പറയുകയാണ്, ഭഗവാൻ കൃഷ്ണനെ പ്രകീർത്തിക്കുന്നു. അങ്ങ് കൃഷ്ണൻ്റെ നിയന്ത്രണത്തിലാണ് സൂര്യൻ പ്രവർത്തിക്കുന്നത്. സൂര്യൻ കറങ്ങുന്നതും എല്ലാം ഇതെല്ലാം എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ കൃഷ്ണ. എല്ലാ പ്ലാനറ്റുകളിലും വെച്ച് സൂര്യൻ എന്ന് പറയുന്ന സൺ പ്ലാനറ്റിനാണ് ഏറ്റവും കൂടുതൽ പൊസിഷൻ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത് വിവസ്വാന് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. കാര്യം അതിനുശേഷം, അതായത് ആ ഒരു ക്ഷത്രിയ പരമ്പരയിൽ അവിടുത്തെ രാജാക്കന്മാർക്ക് ശരിയായിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനം പറഞ്ഞു കൊടുത്താലേ താഴെ വരുന്ന പ്രജകളൊക്കെ അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരത് ഫോളോ ചെയ്യുള്ളൂ. അതുകൊണ്ട് മഹാരാജാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് പറഞ്ഞു കൊടുക്കുന്നു. അവർ പിന്നീടുള്ള അടുത്ത ജനറേഷൻ അത് പാസ് ഓൺ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരിലേക്കും എത്തുന്നു. ഇതാണ് ഉദ്ദേശം. അങ്ങനെ ആദ്യം സൂര്യദേവന് പറഞ്ഞു കൊടുക്കുന്നു, അതിനുശേഷം പിന്നീട് താഴോട്ട് പരമ്പരയിൽ ഈ ജ്ഞാനം താഴോട്ട് വരുന്നു. അതാണ് ഇവിടെ വീണ്ടും ശീലപ്രഭുപാജി പറയുന്നു. പിന്നെ മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിൽ നിന്നുള്ളൊരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് ശീലപ്രഭുപാജി. അവിടെയും ഈ യുഗത്തിൻ്റെ, അതായത് ഇക്ഷ്വാക്കു മഹാരാജാവിൽ നിന്നാണ് ആ രഘു പരമ്പര വരുന്നത്, ശ്രീരാമചന്ദ്ര ഭഗവാൻ വരുന്നത്. ആ ഒരു സൺ ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുന്നു അവിടെ. അപ്പോൾ ഈ ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യുന്ന കണക്കും ഇവിടെ ശീലപ്രഭുപാജി പറയുന്നു. ഞാൻ ആ കണക്കിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണക്കാണ്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. കലിയുഗം എന്ന് പറഞ്ഞാൽ 4,32,000 വർഷങ്ങളാണ്. അതിൻ്റെ 2 ടൈംസ് ആണ് ദ്വാപരയുഗം. കലിയുഗത്തിൻ്റെ 3 ടൈംസ് ആണ് ത്രേതായുഗം. അങ്ങനെ ഈ 3 യുഗങ്ങൾ 1000 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്, കറങ്ങുമ്പോഴാണ്, 1000 പ്രാവശ്യം വരുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ 12 മണിക്കൂറാവുന്നത്. പിന്നെ 24 മണിക്കൂറാകുമ്പോൾ അതിൻ്റെ ഇരട്ടി. അപ്പോൾ അതാണ് കണക്ക്. നമ്മൾ ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ കണക്കൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ത്രേതായുഗത്തിലെ അതായത് ഒരു കണക്ക് പറയുന്നു. ഈ മന്വന്തരത്തിലെ കണക്കാണ് പറയുന്നത്. ഇക്ഷ്വാക്കു മഹാരാജാവ് അദ്ദേഹത്തിന് ഈ ഒരു ജ്ഞാനം ഭഗവത്ഗീത പറഞ്ഞു കൊടുത്ത ആ ഒരു കാലയളവിനെ കുറിച്ച് ശീലപ്രഭുപാജി ഇവിടെ പറയുന്നു. 12 കോടി അവസാനം ആ കാൽക്കുലേഷനിലൂടെ 12 കോടി ഏകദേശം വർഷങ്ങൾ മുമ്പ് വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭഗവത്ഗീത എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുന്നതാണ് അർജുനനോട് 5000 വർഷം മുമ്പ്. നമ്മളിപ്പോൾ പറയുന്ന മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനോട് പറയുന്നത് വെറും 5000 വർഷം മുമ്പാണ്. എന്നാൽ 12 കോടി വർഷങ്ങൾ മുമ്പ് വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്
പറയുന്നത്. പിന്നെ ഈ ഒരു ജ്ഞാനം, ഭഗവത്ഗീതയുടെ ജ്ഞാനം അപൗരുഷേയമാണ്, സൂപ്പർ ഹ്യൂമൻ, അതായത് ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളതല്ല, ഒരു മനുഷ്യൻ്റെ കൃതിയല്ല ഇത്. അപൗരുഷേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. ഭഗവാനാണ് ഗീത, ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്നാണ് ഭഗവത്ഗീത വരുന്നത്. അപ്പോൾ ഇതെല്ലാം സത്യവചനങ്ങളാണ്. നമ്മളതുകൊണ്ട് ശരിയായിട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. അർജുനെ ഒരു നിമിത്തമാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു കൃഷ്ണൻ ഈ ഭഗവത്ഗീതയിലൂടെ. തത്വങ്ങൾ പഠിപ്പിക്കുന്നു, എങ്ങനെ ഈ മനുഷ്യജന്മത്തെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ശരീരത്തെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ഗൈഡാണ് ഭഗവത്ഗീത. അപ്പോൾ അതിൻ്റെ ആ ഭഗവത്ഗീതയുടെ പരമ്പരയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു കണക്ക് ഇവിടെ ഭഗവത്ഗീതയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് ശില പ്രഭുപാദി പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബ്രഹ്മാവിൻ്റെ ആയുസ്സിനെക്കുറിച്ച് ആരെങ്കിലും പറയാൻ പറഞ്ഞു. എനിക്ക് ഒരു മെസ്സേജ് കിട്ടി, ഒരു ഡിവോട്ടി എനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷെ അത് ഡൗട്ടായിരുന്നു, സംശയം. ഞാനത് ആക്ച്വലി ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനും മറന്നുപോയി. പക്ഷേ എനിവേസ് അടുത്ത ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. എന്നിട്ട് ഒരാൾ അല്ലെങ്കിൽ കുറച്ച് പേര് റിപ്പീറ്റ് ചെയ്യുക. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, അതായത് കലിയുഗത്തിൻ്റെ ഡ്യൂറേഷൻ, അത് എല്ലാം പറയുക. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ കണക്ക്, പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കണക്ക് ഇക്ഷ്വാകു മഹാരാജാവിന് അല്ലെങ്കിൽ ഭഗവത്ഗീത എത്ര വർഷം മുമ്പ് അല്ലെങ്കിൽ മനു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഏകദേശം ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്, ഒരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാക്കാം. അതേപോലെ മന്വന്തരത്തിൻ്റെ ഡ്യൂറേഷൻ, അങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും വരിക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ഓക്കെ, പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ് രണ്ടാമത്തെ. ഏവം പരംപരാ പ്രാപ്തം ഇമം രാജശ്രയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ടാ പരന്തപ. യെസ്, ഹരേ കൃഷ്ണ പ്രഭു. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ടാ പരന്തപ. ഹരേ കൃഷ്ണ. യെസ് കൃഷ്ണ. ഹരേ പരം കൃഷ്ണ. ഇമം രാജർഷയോ വിദു സകാലേനേഹ മഹദാ യോഗോ നഷ്ടപരം തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവം പരംപരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ടഃ പരന്തപ. ഹരേ കൃഷ്ണ. ഏവം പരംപരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനഃ മഹദാ യോഗോ നഷ്ടാ പരന്തപ. ഹരേ കൃഷ്ണ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹദാ യോഗോ നഷ്ടപരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനഃ മഹദാ യോഗോ നഷ്ടപരന്തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുപാദ് ഗീത. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരിക്കുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രജാഭരണ കൃത്യത്തിൽ ഉപയോഗിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഋഷിതുല്യരായ രാജാക്കന്മാരാണ് ഗീതോപദേശത്തിന് പാത്രീഭവിച്ചത് എന്നിവിടെ വ്യക്തമാക്കുന്നു.
തങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ വ്യാഖ്യാനം നൽകുകയും ആർക്കും പ്രയോജനപ്പെടാത്ത വിധം അതിന് മൂല്യച്യുതി വരുത്തുകയും ചെയ്യുന്ന ആസുര സ്വാഭാവികൾക്കായി ഉപദേശിക്കപ്പെട്ടതല്ല ഭഗവത്ഗീത. അവിവേകികളായ ഭാഷ്യകാരന്മാരുടെ നിഗമനങ്ങൾ മൗലികോദ്ദേശ്യത്തെ തകർത്തു വിട്ടപ്പോൾ ശിഷ്യ പാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമായി തീർന്നു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശിഷ്യപരമ്പരയിൽ നേരിട്ട ഈ വിടവിനെ ഭഗവാൻ കണ്ടറിയുകയും ഗീതയുടെ ഉദ്ദേശം നഷ്ടപ്രായമായെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇക്കാലത്തെയും വിശേഷിച്ച് ഇംഗ്ലീഷിൽ ഗീതയുടെ പകർപ്പുകൾ അനേകമുണ്ട്. പ്രായേണ അവ ആധികാരികമായ ശിഷ്യപാരമ്പര്യം അനുസരിച്ചുള്ളതല്ല. ഭൗതികവാദികളായ ഒട്ടേറെ പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വിവിധ വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവോത്തമ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്നവ അക്കൂട്ടത്തിൽ നന്നേ ചുരുങ്ങും. എങ്കിലും കൃഷ്ണന്റെ വചനങ്ങളിൽ നിന്ന് അവരെല്ലാം മുതലെടുക്കുന്നുണ്ട് താനും. ആസുര സ്വഭാവമാണിത്. ദൈവികമായ സമ്പത്ത് അനുഭവിക്കുന്നുവെങ്കിലും അസുരന്മാർ ദൈവത്തിൽ വിശ്വസിക്കാറില്ലല്ലോ. പരമ്പരാഗതമായ വിധത്തിൽ ഭഗവത്ഗീതയുടെ ഒരു പതിപ്പ് അത്യന്തം ആവശ്യമായതിനാൽ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉദ്യമമാണിത്. ഭഗവത്ഗീത മനുഷ്യവർഗത്തിന് മഹത്തായൊരു വരദാനമാണെന്നത് സർവസമ്മതമത്രേ. പക്ഷെ അതിന്റെ തനിമയിൽ അംഗീകരിക്കണമെന്നും മാത്രം. തത്വജ്ഞാനപരങ്ങളായ ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസം എന്ന നിലയിൽ അത് പഠിക്കുന്നത് കേവലം സമയം പാഴാക്കലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സോ ഇവിടെ പറയുന്നു, ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹത യോഗോ നഷ്ട പരന്തപ. അപ്പോൾ പരമ്പരയെക്കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. വിവസ്വാൻ ആദ്യം പറഞ്ഞു കൊടുത്തു, സൂര്യദേവന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു, അങ്ങനെ താഴോട്ട് വരുന്നു. എന്നിട്ട് ഭഗവാൻ പറയുന്നു, എന്നാൽ എന്ത് സംഭവിച്ചു? കാലക്രമേണ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ ആ ഒരു ഡിസൈപ്ലിക് സക്സഷൻ, ഗുരു പരമ്പര, ആ ശൃംഖല മുറിഞ്ഞുപോയി. അത് മുറിഞ്ഞു പോകുന്ന സമയത്ത് വീണ്ടും ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും അതിനെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. കാര്യം എന്തുകൊണ്ട് ഈ ഒരു ഗുരു ശിഷ്യ പരമ്പര മുറിയുന്നു? അതെപ്പോൾ ഏത് കാലത്തിൽ വേണമെങ്കിലും ഏത് യുഗത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. കാര്യം ഈ ഭൗതിക ലോകത്തിൽ അതായത് സുരന്മാർ മാത്രമല്ല അസുരന്മാരും ഉണ്ട്. അസുരന്മാർ ഉള്ള കാലം മുഴുവനും ആസുരിക ചിന്താഗതിയുള്ള ആളുകൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള അതീന്ദ്രിയ ജ്ഞാനവും ആധ്യാത്മിക ജ്ഞാനവും ഒക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആസുരിക ചിന്താഗതിയുള്ളവർ, അസുരന്മാരുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ കലിയുഗത്തിൽ സ്പെഷ്യലി നമുക്കറിയാം ആസുരിക ചിന്താഗതിയുള്ളവരാണ് കൂടുതലും. അപ്പോൾ ഈ ഒരു ഭഗവത്ഗീതയുടെ ജ്ഞാനം അതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്, എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് 8 ബില്യൺ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിൽ എത്ര പേര് ഈ തത്വങ്ങൾ മനസ്സിലാക്കുന്നു, എത്ര പേര് മനസ്സിലാക്കുന്നു മനുഷ്യജന്മത്തിൻ്റെ ആ ഒരു അമൂല്യതയെക്കുറിച്ച് എത്ര പേര് മനസ്സിലാക്കുന്നു, ഭഗവത്ഗീതയുടെ മെസ്സേജ് എന്താണെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നു, മനസ്സിലാക്കിയിട്ട് അതിൽ മനസ്സിലാക്കുന്നവരുടെ കാര്യം വേറെ, ഉള്ളവരുണ്ടെങ്കിൽ അതിൽ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടാവും? വളരെ 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 കുറച്ച് ശതമാനം പോലും പറയാനില്ല ശരിക്കും. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ജ്ഞാനമൊക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഭഗവാൻ വീണ്ടും അവതരിക്കുന്നു, വീണ്ടും പുനഃസ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധികളെ വിട്ട് അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ അവരിലൂടെ മുന്നോട്ട് ഈ ഒരു പരമ്പരയെ തിരിച്ച് ആ വിട്ടുപോയിട്ടുള്ള ചങ്ങലയെ വീണ്ടും കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അപ്പോൾ ഭഗവാൻ പല രീതികളിലൂടെ പല രീതിയിൽ അദ്ദേഹം ഇതെല്ലാം തിരിച്ച് അല്ലെങ്കിൽ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇവിടെ 5000 വർഷം മുമ്പ് ഭഗവാന് മനസ്സിലായി കാര്യം ദുര്യോധനനും മറ്റുള്ള ആളുകളും ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ജ്ഞാനം അത്യാവശ്യമാണ്. അവിടെ ശരിയായിട്ടുള്ള ഒരു
എന്താ പറയുക, ആ ഒരു ഡിസൈപ്പിൾ സക്സഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് കലിയുഗം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കലിയുഗത്തിൽ വളരെ വളരെ അത്യാവശ്യം കൂടിയാണ് ഈ ഭഗവത്ഗീതയുടെ മെസ്സേജ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി മാറ്റി ഭഗവത്ഗീത പറയുന്നു 5000 വർഷങ്ങൾ മുമ്പ്. നമുക്കറിയാം ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, അങ്ങനെ പല മേഖലകളിൽ നിന്ന് പല തത്വചിന്തകരുണ്ട്, പല സംസ്കൃത പണ്ഡിതരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഗീതയുടെ ട്രാൻസ്ലേഷൻ. പക്ഷേ അതിൽ എത്ര ഭഗവത്ഗീത ഓത്തൻറ്റിക് ആയിട്ടുണ്ടാവും? ശ്ലോകം ഒറിജിനൽ ശ്ലോകങ്ങളാണ്, പക്ഷേ അതിൻ്റെ വിവർത്തനവും ഭാവാർത്ഥവും വ്യാഖ്യാനവും എല്ലാം ഓരോരുത്തരുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷനിൽ മായാവാദ ഫോളോ ചെയ്യുന്നവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പലതും എഴുതുന്നു. അങ്ങനെ മിസ്ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തിട്ട് ഒരുപാട് ഭഗവത്ഗീതയുടെ ഒരുപാട് വേർഷൻസ് അവൈലബിൾ ആണ് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ശീല പ്രഭുപാദി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം, ആസ് ഇറ്റ് ഈസ്, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്. അപ്പോൾ അദ്ദേഹം ശരിയായിട്ടുള്ള ആ കൃഷ്ണൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ഈ ശ്ലോകത്തിൽ, അതിനെയാണ് അദ്ദേഹം എക്സ്പാൻഡ് ചെയ്ത് വിവർത്തനമായിട്ട് ഭാവാർത്ഥമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ ഇതേപോലെ ഒരു ഭഗവത്ഗീത വേറെയില്ല. ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലായതുകൊണ്ട് പറയുന്നതല്ല, ഏത് പ്രസ്ഥാനത്തിലെ ആളുകളും ഒരേപോലെ അംഗീകരിച്ചിട്ടുള്ളതാണ് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭഗവത്ഗീത. കാര്യം പ്രോപ്പറായിട്ട് അതിൽ വേറെ ഒന്നും കലർപ്പില്ല. ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ ഭക്തിയുത സേവനത്തെക്കുറിച്ച്, ഭക്തിയോഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന കാലത്ത് എങ്ങനെ ഭഗവത് സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അത് ഭഗവത് സേവനമാക്കി മാറ്റി കർമ്മത്തിൻ്റെ ഒരു റിയാക്ഷൻസ് ഒന്നും വരാതെ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളതൊക്കെയാണ് പറഞ്ഞു തരുന്നത് ഭഗവത്ഗീതയിൽ. പിന്നെ ഫൈനലി അൾട്ടിമേറ്റ്ലി നമ്മളെ ശുദ്ധഭക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ഭഗവത്ഗീതയുടെ ഫ്ലോ വരുന്നത്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആ മെസ്സേജ് കൺവേ ചെയ്തില്ലെങ്കിൽ ഭഗവത്ഗീത കൊണ്ട് ഉപകാരമില്ലല്ലോ. അതിലെ മെസ്സേജ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്തില്ലെങ്കിൽ ഉപകാരമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സംസ്കൃത പാണ്ഡിത്യമല്ല ശാസ്ത്രങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാൻ വേണ്ടി വേണ്ടത്. ഭാവാർത്ഥം എഴുതണം, വിവർത്തനം എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും നമുക്ക് സംസ്കൃതത്തിൻ്റെ വാക്കുകൾ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ സാധിക്കില്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ ഉള്ളിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് ശുദ്ധഭക്തർ അത് പേനയിലൂടെ എഴുതുന്നത്. ശീല പ്രഭുപാദി അതേപോലുള്ള ശുദ്ധഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള ആ ഒരു ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിലൂടെ ഭഗവാൻ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ആസ് ഇറ്റ് ഈസ് യഥാരൂപം ഭഗവത്ഗീതയുടെ പ്രത്യേകത. നമുക്ക് നോക്കാം, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഏത് ചാപ്റ്റർ എടുത്താലും ഏത് ശ്ലോകത്തിൽ നോക്കിയാലും അവിടെ ശുദ്ധഭക്തിയിലേക്കല്ലാതെ ശ്രീല പ്രഭുപാദി ഒന്നും പറയുന്നില്ല. എല്ലായിടത്തും എങ്ങനെയെങ്കിലും അദ്ദേഹം കണക്ട് ചെയ്ത് ശുദ്ധഭക്തിയിലേക്ക് എത്തുന്നു. അത് നിസ്വാർത്ഥമായിട്ടുള്ള അന്യ അഭിലാഷിത ശൂന്യം, ഒരു അഭിലാഷവും ഇല്ലാത്ത ശുദ്ധഭക്തി, ഭഗവാനോടുള്ള സ്നേഹം, ആ പ്രേമം, ആ ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. പ്യുവർ ഡിവോഷണൽ സർവീസിനെ കുറിച്ചാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. അദ്ദേഹം എല്ലായിടത്തും സ്ട്രെസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അങ്ങനെ സാധാരണ ഒരാൾക്ക് അത് എഴുതാൻ സാധിക്കില്ല. കാര്യം ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധഭക്തിയാണ് നമ്മളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും. കാര്യം എന്നാലേ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. ശുദ്ധഭക്തരായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അതിലേക്ക് നയിക്കുന്ന ഒരു ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രോപ്പറായിട്ടുള്ളൊരു ആചാര്യനാണെങ്കിലേ അതിലേക്ക് നയിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്, അദ്ദേഹത്തിന് കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ആചാര്യനാണെങ്കിൽ, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ആചാര്യൻ തന്നെ വിളിക്കാൻ പറ്റില്ല, എന്നാലും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
അങ്ങനെയുള്ളവരുടെ മോട്ടീവ് വ്യത്യാസം ഉണ്ടാവും, അവരുടെ കൺസെപ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവർ അതനുസരിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ, ഗീതയുടെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ മിസ്ഇൻ്റർപ്രറ്റ് ആയി പോവും. നമുക്ക് ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കില്ല, നമ്മൾ മിസ്ഡയറക്റ്റഡ് ആയി പോവും. പക്ഷേ ഭഗവത്ഗീത യഥാരൂപത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ആ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പ്രാക്ടിക്കലി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. അങ്ങനെ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്താൽ ഭഗവാൻ അവസാനം പറയുന്ന പോലെ മൻ മനഭാവം മത് ഭക്തോ മത് യാജി മാം നമസ്കുരു. അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിനെയൊക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഈ യഥാരൂപം വെർഷനിൽ. സോ ബാക്കി അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും മഹാഭാഗ്യം ചെയ്തവരാണ്. ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ നമുക്ക് വരാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇത് ശരിയായിട്ടുള്ള ശുദ്ധഭക്തനായിട്ടുള്ള ഒരു ആചാര്യൻ്റെ കീഴിൽ തന്നെ നമുക്ക് ഭഗവത്ഗീത ശ്രീലപ്രഭുപാദിനെ പോലുള്ള മഹാ ആചാര്യൻ്റെ ശുദ്ധഭക്തൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് നമുക്കിതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ അത് ഈ ഒരു അവസരം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം, സാധകരായിട്ടുള്ള നമ്മൾ. ഓക്കെ, അടുത്ത ശ്ലോകം മൂന്നാമത്തെ. സ ഏവായം മയാ തേദ്യാ യോഗപ്രോക്താ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഇദത് ഉത്തമം. യെസ്, ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु। स एवायं मया तेद्य योगः प्रोक्ता पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतद् उत्तमम्. യെസ്, स एवायं मयतेत्या योगप्रोक्ता पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्. ഹരേ കൃഷ്ണ. സ എവായം മയാ തേദ്യ യോഗപ്രോക്താ പുരാതനഃ ഭക്തോസി മേ സഹാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ. സ ഏവായം മയാ തേദ്യ യോഗപ്രോക്തഃ പുരാതനഃ ഭക്തോऽസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ ഏവായം മയാ തോക്ത തേദ്യ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസ്മി മേ സഖാ ചേതി രഹസ്യം ഹേതുദുത്തമം. हरे कृष्ण. स एव या तेज्या योगा प्रोक्ता पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्. ഓക്കെ. हरे कृष्ण. स एवायं मया तेर्याद्योग्यः प्रोक्तः पुरातनः भक्तो असि मे सखा चेति रहस्यं ह्येतदुत्तमम्. താങ്ക് യു. ഹരേ കൃഷ്ണ. हरे कृष्ण. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ ആരെങ്കിലും ഒരാൾ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീലപ്രഭാത് കി ജയ്. നീ എൻ്റെ ഭക്തനും മിത്രമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഭാവാർത്ഥം. മനുഷ്യൻ രണ്ടു തരത്തിലാണ്, ഭക്തരും അസുരരും. തന്റെ ഭക്തനായതുകൊണ്ട് ഭഗവാൻ അർജുനനെ ഈ മഹത്തായ ശാസ്ത്രം പഠിക്കാൻ അധികാരിയമായി സ്വീകരിച്ചത്. ഒരസുരന് ഈ രഹസ്യജ്ഞാനം സ്വീകരിക്കാൻ സാധ്യമല്ല. ഈ വൈജ്ഞാനിക ഗ്രന്ഥത്തിന്, ഗീതയ്ക്ക് അസംഖ്യം പതിപ്പുകൾ വേറെയുമുണ്ട്. ചിലത് ഭക്തരാൽ രചിച്ച വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നു, മറ്റു ചിലത് അസുര നിർമ്മിതമായുള്ളവയും. ഭക്തരുടെ വ്യാഖ്യാനം
സത്യം വെളിവാക്കുന്നു. അസുരന്മാരുടേത് നിഷ്പ്രയോജനങ്ങളാണ്. കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനായിട്ടാണ് അർജുനൻ കാണുന്നത്. അർജുനന്റെ വഴി പിന്തുടരുന്ന ഗീതാഭാഷ്യമേതും ആ മഹത്തായ ശാസ്ത്രത്തിന് യഥാർത്ഥ സേവനമാകുന്നു. അസുരന്മാരാകട്ടെ കൃഷ്ണനെപ്പറ്റി എന്തെല്ലാമോ കെട്ടിച്ചമക്കുകയും വായനക്കാരെ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അസുരന്മാർ കൃഷ്ണനെ ഭഗവാനായി സ്വീകരിക്കുന്നില്ല. വഴിപിഴപ്പിക്കുന്ന ഈ പോക്കിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അർജുനനിൽ നിന്ന് തുടങ്ങുന്ന ശിഷ്യ പരമ്പരയെ പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായ ഈ ഭഗവത്ഗീതയിൽ നിന്നും പ്രയോജനം നേടുകയും വേണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ പറയുന്നു, കൃഷ്ണൻ പറയുന്നു, സ ഏവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി. ഇവിടുത്തെ ഈ ശ്ലോകത്തിലെ ഹൈലൈറ്റ് അതാണ്, ഭക്തോസി മേ സഖാ. കൃഷ്ണൻ പറയുന്നു ഈ ഒരു ജ്ഞാനം വളരെ പുരാതനമായിട്ടുള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ആദ്യമായിട്ട് ഉള്ളതല്ല. കാര്യം ഇത് അതീന്ദ്രിയ ജ്ഞാനമാണ്, ശാശ്വതമായിട്ടുള്ള ജ്ഞാനമാണ്. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാനും ഭക്തിയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ അതീന്ദ്രിയ തലത്തിലുള്ളതാണ്, ആധ്യാത്മിക തലത്തിലുള്ളതാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയുന്നു അർജുനനോട്, ഈ ഒരു അതിഗുഹ്യമായിട്ടുള്ള പുരാതനമായിട്ടുള്ള അതീന്ദ്രിയ തലത്തിലുള്ള ജ്ഞാനം, ഈ സയൻസ് ഞാൻ ഇന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരുവാണ്. ശരിക്കും കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു, ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും നിനക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം എന്താണ് എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഭക്തോസീമേ സഖാ, നീ എൻ്റെ ഭക്തനും എൻ്റെ സുഹൃത്തുമായതുകൊണ്ടാണ് ഞാൻ ഇത് നിനക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നീ ഇത് കേട്ടോളൂ. കേട്ട് കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു, ഭഗവത്ഗീത കേൾക്കുവാനും അല്ലെങ്കിൽ ഭഗവത്ഗീത മനസ്സിലാക്കുവാൻ, ശരിയായിട്ടുള്ള രീതിയിൽ ഭഗവത്ഗീത മനസ്സിലാക്കുവാൻ ആർക്കാണ് യോഗ്യതയുള്ളത് എന്നുള്ളത്. ഭഗവാൻ എന്തുകൊണ്ട് അർജുനനെ സെലക്ട് ചെയ്തു? ശീലപ്രഭുപാദി പറയുന്നു ഭാവാർത്ഥത്തിൽ, അർജുനനെ സെലക്ട് ചെയ്തു, നിമിത്തമാക്കി മാറ്റി. അർജുനൻ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ നിത്യസിദ്ധനായിട്ടുള്ള അദ്ദേഹം ഭക്തനാണ്. അദ്ദേഹം നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനല്ല. ഭഗവാന്റെ നിത്യപാർഷദനാണ്. ഭഗവാന്റെ കൂടെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അദ്ദേഹം. ആ അർജുനനെ ഇപ്പോൾ നിമിത്തമായിട്ട് എടുത്ത് ഭഗവത്ഗീത അദ്ദേഹം പറയുന്നു. എന്നിട്ട് കാരണവും പറയുന്നു, അർജുന, കാരണം നീ എൻ്റെ ഭക്തനായതുകൊണ്ട്, എൻ്റെ സുഹൃത്തായതുകൊണ്ട് നിനക്ക് ഞാനിത് പറഞ്ഞിരുന്നു. എന്നാൽ കൃഷ്ണൻ ദുര്യോധനനെ സെലക്ട് ചെയ്തോ ഇത് പറഞ്ഞു കൊടുക്കാൻ? ഇല്ല. ദുര്യോധനന് ഇത് ഭഗവത്ഗീതയുടെ ഒരു ഹിന്റ് കൊടുക്കാൻ വേണ്ടി കൃഷ്ണൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ദുര്യോധനൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഇടയിൽ യുദ്ധം നടക്കുന്നേക്കാൾ മുമ്പ് ഇവിടെ തത്വങ്ങളൊക്കെ പറയാൻ കൃഷ്ണൻ ശ്രമിക്കുന്നു. ആർക്ക് മനസ്സിലാവാനാണ്? ദുര്യോധനന് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണ്? ദുര്യോധനൻ ആസുരിക ചിന്താഗതിയുള്ള വ്യക്തിയാണ്. അതാണ് പറയുന്നത്, അസുരന്മാർക്ക് മനസ്സിലാവില്ല. എന്ത് നല്ലത് പറഞ്ഞു കൊടുത്താലും തലയിൽ കയറില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അങ്ങനെ ഒരുപാട് അസുരന്മാരെ, ആസുരിക ചിന്താഗതിയുള്ളവരെ നമുക്ക് ഇപ്പോഴും കാണാം ഈ ലോകത്ത്. നമ്മളൊക്കെ ചെറിയ കുട്ടി അസുരന്മാരാണ്. അതുകൊണ്ട് ഇനീഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആ ആസുരികമായിട്ടുള്ള മെൻറ്റാലിറ്റിയൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കൂടുതൽ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ കേൾക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ, നാമം ജപിച്ചു തുടങ്ങുമ്പോൾ ആ ഡിമോണിയാക് നേച്ചർ, ആസുരിക മെൻറ്റാലിറ്റിയൊക്കെ പോവും തന്നെ. എന്നാൽ അത് പോവാത്ത ആൾക്കാരുണ്ടാവും. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ഇത് മനസ്സിലാക്കാൻ പോകുന്നില്ല. നിർഭാഗ്യം എന്ന് തന്നെ പറയാം. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു ചാൻസ് കിട്ടും. തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം അവർക്ക് ലഭിക്കും. ഭക്തരുടെ കാരുണ്യം ഉണ്ടെങ്കിൽ അവർക്ക് മാറാൻ സാധിക്കും. എന്നാലും അത് സമയമെടുക്കും. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു. ആസുരിക ചിന്താഗതിയിൽ ഇരുന്ന നമ്മളെ ഭഗവാൻ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഭഗവാന്റെ ഭക്തരും പിടിച്ചു വലിച്ച് നമ്മളെ പ്രോപ്പറായിട്ടുള്ള ഒരു പാതയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ആ ആസുരിക ചിന്താഗതികളും ആ മെൻറ്റാലിറ്റി, ഡിമോണിയക് നേച്ചറൊക്കെ മാറ്റി
നമ്മൾ പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു സത്വഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇതെല്ലാം ക്ലാരിറ്റിയോടുകൂടി വരും. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ നിയമങ്ങളൊന്നും നിയമങ്ങളൊന്നും പാലിക്കാത്ത ഒരാൾ തോന്നുന്നത് ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടുന്ന ഒരാൾക്ക് ഭഗവത്ഗീതയുടെ ഫിലോസഫി ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ, ആർക്കൊന്നും മനസ്സിലാവില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇനീഷ്യലി നമ്മുടെ അവസ്ഥ തന്നെ നോക്കൂ. നമ്മൾ ആദ്യം വരുന്ന സമയത്ത് ഭഗവത്ഗീത കേൾക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത അല്ലെങ്കിൽ എന്ത് തത്വമാണെങ്കിലും ശാസ്ത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ അത് കേൾക്കുമ്പോഴും വ്യത്യാസമുണ്ട്. നമ്മൾ ഉൾക്കൊള്ളുന്നതിൻ്റെ നമ്മുടെ കപ്പാസിറ്റി മാറിയിട്ടുണ്ട് അല്ലേ? മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാറി, മനസ്സിലാക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട്. ബിക്കോസ് എന്താണ്? നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഇനീഷ്യലി ഇതെല്ലാം പുക പോലെ തോന്നുന്നു, എല്ലാം അവിടെ നിന്ന് കേട്ട് അവിടെ നിന്ന് പോകുന്നു, ഇവിടെ നിന്ന് കേട്ടും 3 പ്രാവശ്യം ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീത മുഴുവനും, കവർ ടു കവർ. പക്ഷെ എന്താണ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പോൾ ആക്ച്വലി അത് ഉള്ളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ്. കാരണം ആ ആസുരിക ചിന്താഗതി മുഴുവനും പോവാതെ ഉള്ള സമയത്ത് അതിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്നാൽ അതേ ആളുകൾ തന്നെ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും വീണ്ടും വീണ്ടും കേട്ട് ഭഗവാന്റെ നാമം കൂടെ ജപിച്ച് തുടങ്ങി ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ, ഭക്തി സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പിന്നീട് ഭഗവത്ഗീത പഠിക്കുമ്പോൾ അത് കുറച്ച് മനസ്സിലാവും. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം, അതുകൊണ്ട് ഭഗവത്ഗീത ക്ലാസ് ആഴ്ചയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ക്രൈറ്റീരിയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഭഗവത് സേവനങ്ങളും അല്ലെങ്കിൽ നാമജപവും കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ ഇതിൻ്റെ മിസ്റ്ററീസ് എല്ലാം, ഈ സയൻസിൻ്റെ, ഈ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ മിസ്റ്ററീസ് എല്ലാം നമുക്ക് മനസ്സിലാവും, റിവീൽ ചെയ്യും. ഇല്ലെങ്കിൽ ഇത് ഹെവി ആയിട്ട് തോന്നും നമുക്ക്, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവാത്ത പോലെ തോന്നും. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെട്ട് വരുന്നത് ആക്ച്വലി ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഭഗവാന്റെ ഭക്തരാണെങ്കിൽ, ഭഗവാന്റെ സുഹൃത്ത്, ഇവിടെ അർജുനൻ സുഹൃത്താണ്, ഭക്തനാണ്. അതുകൊണ്ട് അർജുനന് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു മാത്രമല്ല, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്നും കൂടെ ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് ഭഗവാന്റെ കാരുണ്യം. ആക്ച്വലി ഭഗവാന്റെ മഹാകാരുണ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര കാരുണ്യവാനാണ് ഭഗവാൻ കൃഷ്ണൻ. നമുക്ക് ഓരോരുത്തർക്കും ഭഗവത്ഗീത ഇതിലുള്ള ജ്ഞാനം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അർജുനനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി. അർജുനന് ഇത് കേട്ടിട്ട് വേണ്ട പ്യൂരിഫിക്കേഷൻ നടക്കാൻ. അർജുനൻ ഓൾറെഡി പ്യൂർ ഡിവോട്ടിയാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ സഖ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. ഈ ഒരു ലീലയിൽ മാത്രമല്ല അദ്ദേഹം കൂടെ ഉണ്ടായിട്ടുള്ളൂ, എപ്പോഴും കൂടെയുള്ള വ്യക്തിയാണ്. എന്നാൽ ഈ മെസ്സേജ് ആക്ച്വലി നമുക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പോൾ ഭഗവാന്റെ മഹാകാരുണ്യം നമുക്ക് ഭഗവാൻ തരുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലൂടെ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭഗവാന്റെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല, ഭഗവാന്റെ കാരുണ്യത്തെ മനസ്സിലാക്കുന്നില്ല. ആക്ച്വലി അതുകൊണ്ടാണ് ഒരുപാട് ലീലകൾ ഭഗവാൻ ചെയ്യുന്നത്. എന്തിനാണ് ഭഗവാൻ ലീലകൾ ചെയ്യുന്നത്? ഒരുപാട് ഡിവോട്ടീസിനെ അദ്ദേഹം കൂടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഡിവോട്ടീസിനെ നിമിത്തമാക്കിയിട്ട് ഒരുപാട് ലീലകൾ നമ്മൾ കാണാം. ഭാഗവതം എടുക്കുകയാണെങ്കിലും മഹാഭാരതം എടുക്കുകയാണെങ്കിലും ഏത് പുസ്തകം, ഏത് ശാസ്ത്രങ്ങൾ എടുക്കുകയാണെങ്കിലും നമുക്കൊരുപാട് കഥകൾ കാണാം. അതിൽ ഭഗവാനും ഭക്തരും തമ്മിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കഥകളും ഹിസ്റ്ററീസും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്, നമ്മളെ ഈ തത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരുപാട് ഭക്തരെ അദ്ദേഹം നിമിത്തമാക്കി മാറ്റി നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കും. ധ്രുവ മഹാരാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ഭഗവാനും ധ്രുവ മഹാരാജാവും തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ലെസൺസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാൻ പല രീതിയിലാണ് നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കഥയിൽ അദ്ദേഹം നിർത്തുന്നില്ല. ഓക്കെ,
പ്രഹ്ലാദിൻ്റെ ഇപ്പോൾ നരസിംഹദേവൻ പ്രഹ്ലാദിൻ്റെ ചരിത്രം കേൾക്കാൻ ആഗ്രഹം കേട്ട് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നവർ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം പ്രഹ്ലാദ് ചരിത്രം തന്നു. ഇനി ധ്രുവചരിതം കേട്ടിട്ടാണ് ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ വരുന്നതെങ്കിൽ ധ്രുവ മഹാരാജാവിൻ്റെ ഒരു എന്നായിരിക്കട്ടെ. അങ്ങനൊരു ഇതൊന്നും കെട്ടുകഥകളല്ല, ശരിക്കും നടന്നിട്ടുള്ളതാണ്. ഭഗവാൻ അങ്ങനെയുള്ള ലീലകൾ ചെയ്യുന്നു, അതിൽ ഭക്തരും ഭാഗമാവുന്നു, നമുക്ക് ഇൻസ്പിറേഷൻ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന ഓരോ സ്ഥലത്തും നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും. അദ്ദേഹം നമ്മളെ സഹായിക്കുവാൻ ശ്രമിക്കുവാണ്, നമ്മളെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് മുഖം ധരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സ്നേഹമാണ് ഭഗവാൻ നമ്മളോട് ഓരോരുത്തരോടുള്ളത്. അത് ത്രൂ ഔട്ട് നമുക്ക് ശാസ്ത്രങ്ങളിൽ കാണാം ഭഗവാൻ എങ്ങനെയാണ് ഭക്തരെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. പ്രഹ്ലാദ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രഹ്ലാദിനെ ഹിരണ്യകശിപു എല്ലാ രീതിയിലും കൊല്ലാൻ വേണ്ടി നോക്കുമായിരുന്നു. ഒരു അച്ഛൻ മകനെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത്. അപ്പം എത്രമാത്രം വലിയ അസുരനായിരിക്കും അദ്ദേഹം എന്ന് ചിന്തിച്ചു നോക്കൂ, ഹിരണ്യകശിപു. എന്നാൽ ഓരോ സിറ്റുവേഷനിലും ഭഗവാൻ നേരിട്ട് വന്ന് പ്രഹ്ലാദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, രക്ഷിച്ചിട്ടുണ്ട്. പ്രഹ്ലാദ് ഭഗവാന്റെ തൃപാദങ്ങൾ ഓർത്തുകൊണ്ട് നാമം ജപിക്കുന്നു. ആ വിശ്വാസം പ്രഹ്ലാദനുണ്ട്, എന്നും എൻ്റെ കൂടെ ഭഗവാനുണ്ടെന്ന്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് എല്ലായിടത്തും എവിടെയും ഹിരണ്യകശിപുവിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അല്ലേ? നമുക്ക് കാണാം ഭഗവാൻ പ്രഹ്ലാദിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് പ്രഹ്ലാദ് ചരിത്രത്തിൽ. ധ്രുവ ചരിത്രത്തിലും നമുക്കറിയാം, ധ്രുവ മഹാരാജാവിൻ്റെ സിൻസിയറിറ്റി കണ്ട്, ഡിറ്റർമിനേഷൻ കണ്ട് ഭഗവാൻ ഒരുപാട് ഇഷ്ടമാവുന്നു ധ്രുവനെ. അതിന് ധ്രുവ മഹാരാജാവിനെ ഇഷ്ടമാവുമ്പോൾ ഭഗവാൻ കൂടെ തന്നെ ധ്രുവനോട് പറയുന്നു, ഇനി മുതൽ നീ എൻ്റെ ശുദ്ധ ഭക്തനാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഐ ആം വിത്ത് യു. സി, അതാണ് സ്നേഹം. മഹാഭാരതം എടുക്കുവാണെങ്കിൽ ഒന്ന് നോക്കൂ, ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ ശുദ്ധ ഭക്തനാണ്. ഭീഷ്മ പിതാമഹൻ ഓപ്പോസിറ്റ് പാർട്ടിയിൽ യുദ്ധം ചെയ്യുന്നു. കാര്യം ഭഗവാന്റെ ഒരു തീരുമാനം അതായിരുന്നു, ഭീഷ്മ പിതാമഹനെ പോലുള്ള ഭക്തനും അതേപോലെ മഹാരഥിയുമായിട്ടുള്ള ഒരു ശക്തിശാലിയായിട്ടുള്ള ഒരു വ്യക്തി ഭഗവാന് എഗൻസ്റ്റ് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് റിസൾട്ട് ഉണ്ടാവും? തോൽവിയേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് തെളിയിക്കാനും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മ പിതാമഹനെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ ആക്കി ഭഗവാൻ. അത് ലീലയുടെ ഭാഗം. അവർ നാടകം കളിക്കുകയല്ല, പക്ഷേ ഇങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഭഗവാനും റിയൽ ആയിട്ടാണ് ഉള്ളത്, ഭഗവാന്റെ ഭക്തരും റിയൽ ആയിട്ട് തന്നെയാണ്. അല്ലാതെ ഭീഷ്മ പിതാമഹൻ ഡ്രാമ ചെയ്യല്ല, അവിടെ അർജുനനും ഡ്രാമ ചെയ്യല്ല ചെയ്യുന്നത്. ഭഗവാന്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് അവരുടെ അതായത് അവരുടെ ആ ലീലയെ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ആ കണക്ഷൻസൊക്കെ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ശാശ്വതമായിട്ടുള്ള കണക്ഷൻ ഭഗവാൻ താൽക്കാലികമായിട്ട് അവിടെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ അവർ, അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത വരില്ലല്ലോ. അർജുനന് ആദ്യം മുതലേ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ പിന്നെ ഭഗവത്ഗീത പറയുന്നതിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. എന്നാൽ അതെല്ലാം ഭഗവാൻ അവിടെ ആവശ്യത്തിൻ്റെ സമയത്ത് അദ്ദേഹം കർട്ടൻ ഇടുന്നു, കർട്ടൻ മാറ്റുന്നു. അത് ഭഗവാൻ അറിയാം, ഭക്തർക്കറിയില്ല. അർജുനനും ഭീഷ്മ പിതാമഹനും അവരൊക്കെ പ്രോപ്പറായിട്ട് ആ റോൾ എടുക്കുന്നു, അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നു. നാടകമായിട്ടല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇതൊന്നും നാടകമല്ല, റിയലാണ്. പക്ഷേ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നാലും ഇത് ഭഗവാന്റെ ഡയറക്ഷനിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഭഗവാൻ അറിയാത്തതല്ല. അതാണ് അർജുനൻ ഇനി അടുത്ത ശ്ലോകത്തിൽ ചോദിക്കാൻ പോകുന്നത്. അടുത്തൊരു സംശയത്തിൽ അർജുനൻ ചോദിക്കും, ഇനി ഇത് വിവസ്വാന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കാലം മുമ്പത്തെ കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തൽക്കാലം ആ കർട്ടൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അർജുനൻ്റെ കർട്ടൻ പതുക്കെ മാറ്റുന്നുള്ളൂ. അങ്ങനെ ഫൈനലി അർജുനെല്ലാം ക്ലിയർ ആവുന്നു. ഇത് ത്രൂ ഔട്ട് നമുക്ക് കാണാം. ഭീഷ്മ പിതാമഹൻ്റെ ഭീഷ്മ പിതാമഹൻ്റെ റോളാണെങ്കിലും അർജുനൻ്റെ റോളാണെങ്കിലും കൃഷ്ണൻ ഓരോ സമയത്തും ഭക്തരുടെ കൂടെയുണ്ട്. ഭീഷ്മ പിതാമഹൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, കൃഷ്ണൻ പ്രതിജ്ഞ എടുത്തിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ അർജുനൻ്റെ കൂടെ ഉണ്ടാവും, പാണ്ഡവരുടെ സൈഡിലുണ്ടാവും, പക്ഷേ ഞാൻ ഒരിക്കലും ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല എന്നുള്ളത് അദ്ദേഹം ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു, കൃഷ്ണൻ. അതേ സമയത്ത് ഭീഷ്മ പിതാമഹൻ അവിടെ ശപഥമെടുക്കുന്നു. കാര്യം കൃഷ്ണൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഭീഷ്മ പിതാമഹൻ പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, കാര്യം ദുര്യോധനൻ്റെ
ആ ഒരു ദുര്യോധനൻ്റെ ആ ഒരു ഡീലിങ്സ് മതിയായി തുടങ്ങി. കാര്യം ഭീഷ്മ പിതാമഹനെ വെല്ലുവിളിക്കുകയാണ് പോയിട്ട് ദുര്യോധനൻ. നിങ്ങൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് മഹാരഥിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 10,000 അർജുനനെ കൊല്ലുവാനുള്ള ശക്തിയുണ്ട്, നിങ്ങൾ അത്രയും വലിയ ഒരു യോദ്ധാവാണ്, എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും ചെറിയ പാണ്ഡവരെ 5 പേരെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിച്ചില്ല എന്നുള്ളത് ഇൻഡയറക്ട്ലി ഭീഷ്മ പിതാമഹനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ദുര്യോധനൻ, അസുരനായിട്ടുള്ള ദുര്യോധനൻ പറഞ്ഞ് ഭീഷ്മ പിതാമഹന് ക്ഷത്രിയനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷമ നശിച്ച് ഒരു ശപഥമെടുക്കുന്നു, തീരുമാനമെടുക്കുന്നു, നാളത്തെ ദിവസം ഞാൻ പാണ്ഡവരെ 5 പേരെയും അവസാനിപ്പിക്കും, ഇതെൻ്റെ ശപഥമാണെന്ന് പറയും. ഭീഷ്മ പിതാമഹൻ അങ്ങനെ പ്രോമിസ് എടുത്തു കഴിഞ്ഞാൽ 100% ചെയ്തിരിക്കും. ഭീഷ്മ പിതാമഹന് സാധിക്കാത്ത കാര്യമല്ല. അങ്ങനെ ഇത് കേട്ടപ്പോൾ ദുര്യോധനന് സന്തോഷമായി. ഭീഷ്മ പിതാമഹൻ ഇന്ന് ഒരു ഡിസിഷൻ, കാര്യം ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും, അതിൽ നിന്ന് പിൻവാങ്ങില്ല. ക്ഷത്രിയരുടെ ഒരു പോളിസി അതാണ്. എന്തെങ്കിലും ഒരു പ്രോമിസ് എടുക്കുകയാണെങ്കിൽ ദേ വിൽ ഡു ഇറ്റ്. അവർ മരിച്ചാലും കുഴപ്പമില്ല, അവരുടെ ചെയ്ത ശപഥം നിറവേറ്റാൻ അവർ ഏത് ലെവലിലേക്ക് അവർ പോകും. അപ്പോൾ ഭീഷ്മ പിതാമഹനെ പോലുള്ള ഒരാൾ ശപഥം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദുര്യോധനന് സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, 5 ശരങ്ങൾ, 5 ആരോസ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ 5 ശരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തരെയും, യുധിഷ്ഠിരനെ, ഭീമനെയും അർജുനനെയും നകുലനെയും സഹദേവനെ 5 പേരെയും ഞാൻ നാളെ അവസാനിപ്പിക്കും. ഭീഷ്മ പിതാമഹൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും അതിൽ ഉൾക്കൊണ്ട് 5 ശരങ്ങളിലും അദ്ദേഹം ശക്തിയെല്ലാം ആർജിച്ച് വയ്ക്കുന്നു. അപ്പോൾ ദുര്യോധനൻ്റെ ദുർബുദ്ധി, ദുര്യോധനൻ്റെ മണ്ടത്തരം, ദുര്യോധനന് സന്തോഷമായി. എന്നാലും ഒരു സംശയം, ഇനി എങ്ങാനും ഭീഷ്മ പിതാമഹൻ നാളെ ചെയ്തില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ദുര്യോധനൻ പോയിട്ട് ഭീഷ്മ പിതാമഹനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, എനിക്ക് ആ 5 ശരങ്ങൾ എനിക്ക് തന്നോളൂ, ഞാൻ നാളെ കാലത്ത് നിങ്ങൾക്ക് തിരിച്ചു തരാം, അപ്പോൾ തരുന്നതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഓക്കെ, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ശരി, വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ അടുത്തിരുന്നാലും അവിടെ ഇരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും നാളെ 5 പേരുടെ കഥ അവസാനിപ്പിക്കും. അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ റൂമിനകത്ത് അത് സൂക്ഷിച്ചു വെച്ചു, തലയിണയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചു. ആര്? ദുര്യോധനൻ. നമ്മുടെ അന്തര്യാമി കൃഷ്ണൻ, പരമാത്മാവായിട്ടുള്ള കൃഷ്ണൻ ഇത് മനസ്സിലായി. ദുര്യോധനൻ അവിടെ ഭീഷ്മ പിതാമഹനെ ആകെ ചൊടിപ്പിച്ച്, ഭീഷ്മ പിതാമഹൻ 5 പേരെയും നാളെ അവസാനിപ്പിക്കുന്ന ശപഥം എടുത്തിട്ടുണ്ട്, ശരങ്ങളാണെങ്കിൽ ദുര്യോധനൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷ്ണന് മനസ്സിലാവുമ്പോൾ കൃഷ്ണൻ അങ്ങോട്ടേക്ക് അർജുനനെ വിടുന്നു. കാര്യം പണ്ട് ദുര്യോധനെ സഹായിച്ചിട്ടുണ്ട് അർജുനൻ. അപ്പോൾ അതുകൊണ്ട് അർജുനനോട് അന്ന് ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എപ്പോഴും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശപഥം കൃഷ്ണൻ ഓർമ്മയുണ്ട്, അർജുനൻ മറന്നു. കൃഷ്ണൻ ഓർമ്മിപ്പിച്ചു, നിനക്ക് പണ്ട് ഇങ്ങനൊരു പ്രോമിസ് ദുര്യോധനൻ തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതാണ് ചാൻസ്, നീ പോകണം. അർജുനൻ ചോദിച്ചു, ഞാൻ അവിടെ പോയി എന്താണ് ചെയ്യേണ്ടത്? കാര്യം ഇത് 18 ദിവസം യുദ്ധം നടക്കുന്ന, ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവമാണ്. കാര്യം കാലത്ത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല, നമുക്കറിയാം. യുദ്ധം കാലത്ത് തുടങ്ങി വൈകുന്നേരം ഒരു സമയമുണ്ട് സൂര്യൻ അസ്തമിക്കുന്നവരെ, അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രണ്ട്സാണ്, അവർ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും. കാര്യം യുദ്ധം ഈ യോദ്ധാക്കൾക്ക് ക്യാമ്പുകളുണ്ട്, അവിടെ ക്യാമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, അതിന് പ്രശ്നവുമില്ല. വിത്തൗട്ട് സെക്യൂരിറ്റി ആരും ഒന്നും ചെയ്യില്ല. ബിക്കോസ് ക്ഷത്രിയ ധർമ്മമാണ്, യുദ്ധം ചെയ്യുന്ന സമയത്ത് മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ. അർജുനൻ പറഞ്ഞു, ശരി, ഞാൻ അവിടെ പോയി എന്ത് ചെയ്യണം ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ട, അവിടെ പോയിട്ട് ദുര്യോധനോട് 5 ശരങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള 5 ശരങ്ങൾ തരാൻ പറഞ്ഞാൽ മതി. അർജുനന് ഒന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഭീഷ്മ പിതാമഹൻ പറഞ്ഞു തന്നിട്ടുള്ള 5 ശരങ്ങൾ എനിക്ക് വേണം. അർജുനന് അറിയില്ല അത് അർജുനൻ്റെ ബ്രദേഴ്സിനെ കൊല്ലാൻ വേണ്ടി ഭീഷ്മ പിതാമഹൻ വെച്ചിട്ടുള്ളതാണെന്ന്. അങ്ങനെയൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൃഷ്ണൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നേരെ പോയി അദ്ദേഹം ദുര്യോധനൻ അർജുനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അർജുനോട് പറയും, വരൂ അർജുന, വരൂ. റൂമിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് നിനക്ക്? അർജുനൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദുര്യോധനൻ പറഞ്ഞു, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല,
യുദ്ധം അവസാനിപ്പിക്കണോ? അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് രാജ്യമാണോ? രാജ്യം തരാം. നീ ചോദിക്കേ, എന്ത് വേണമെങ്കിൽ ചോദിക്കേ, ഞാൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. സിമ്പിളായിട്ട്. പക്ഷേ ഒരിക്കലും ദുര്യോധനൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഭീഷ്മപിതാവൻ ശപഥമെടുത്തതും ഈ 5 ശരങ്ങളുടെ കഥയൊന്നും പുറത്തു പോയിട്ടില്ല. ഇതൊക്കെ അപ്പോൾ നടക്കുന്ന കാര്യമാണ്. അവിടെ മറ്റേ കൗരവരുടെ ക്യാമ്പിൽ നടക്കുന്ന കഥയാണ്. അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നറിയാം. അപ്പോൾ അതെന്തായാലും അങ്ങനൊരു ചിന്തയെ വരുന്നില്ല, ശരങ്ങൾ ചോദിക്കാനാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, യുദ്ധം വേണമെങ്കിൽ അവസാനിപ്പിക്കാം, ഇന്നത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം, നാളെ നിങ്ങൾ രാജ്യം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഞാൻ തരാം എന്ന് വരെ പറഞ്ഞു ദുര്യോധനൻ. അർജുനൻ പറഞ്ഞു, ഞാൻ അതിനല്ല വന്നത്, ഞാൻ അതിനൊന്നുമല്ല, നമ്മുടെ യുദ്ധം കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ഈ ഒരു ശരങ്ങൾ ചോദിച്ചു, അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുര്യോധനന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ശപഥം, അദ്ദേഹം ക്ഷത്രിയനാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പാലിക്കും. സോ അദ്ദേഹം പറഞ്ഞു, ശരി, അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ കൊടുത്തു. വേറെ ഒന്നും വഴിയില്ല കൊടുക്കാതിരിക്കാൻ. അതുകൊണ്ട് കൊടുത്തു. അർജുനൻ തിരിച്ച് ക്യാമ്പിലേക്ക്, അദ്ദേഹത്തിൻ്റെ പാണ്ഡവരുടെ ക്യാമ്പിലേക്ക് എത്തി. അടുത്ത ദിവസം ഭീഷ്മപിതാമഹൻ ചോദിക്കുന്നു ദുര്യോധനെ കാണുമ്പോൾ, എവിടെ ഞാൻ ഇന്നലെ തന്ന ശരം? പെട്ടെന്ന് ഞാനിതാ ഇറങ്ങാൻ പോവാണ്, 5 പേരുടെ കഥ തീർക്കാൻ പോവാണെന്ന് പറഞ്ഞു. സംഭവിച്ചു. ദുര്യോധനൻ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, പോയി എന്ന് പറഞ്ഞു. ഒരുപാട് വിഷമമായി ഭീഷ്മപിതാമഹന്. അപ്പോൾ ഭീഷ്മപിതാമഹൻ ഇതെല്ലാം അവൻ കാരണമാണ്. ആരെയാ പറയുന്നത്? നമ്മുടെ കൃഷ്ണന്. ഇതെല്ലാത്തിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു വ്യക്തി കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എനിക്കറിയാം. അതുകൊണ്ട് ഞാനിന്ന് വേറൊരു ശപഥമെടുക്കുന്നു. കൃഷ്ണൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ശപഥമെടുത്തിട്ടുണ്ട്. ഞാൻ ആ ശപഥം തെറ്റിക്കും, കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. അടുത്ത പ്രോമിസ് എടുത്തു. അങ്ങനെ ഇവർ യുദ്ധം തുടങ്ങി. ഭീഷ്മപിതാമഹന് അത്രയും ദിവസവും ഇല്ലാത്ത ശക്തി എന്ന് അതിഗംഭീരമായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരങ്ങൾ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനൻ ചോദിച്ചു, എന്താ സംഭവിക്കുന്ന കൃഷ്ണ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാറ്റിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്, ശരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനന് മനസ്സിലാവുന്നില്ല എവിടുന്ന ഇത് വരുന്നതെന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇത് ഭീഷ്മപിതാമഹനാണ്, ഇത് നിന്റെ കാര്യം പോക്കാണ്, എനിക്കറിയില്ല ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഭീഷ്മപിതാമഹൻ ഫുൾ സ്വിങ്ങിൽ നിൽക്കുവാണ്. അങ്ങനെ കാര്യം കൃഷ്ണനെ കൊണ്ട് ആയുധം അടുപ്പിക്കണമെന്നും ഭീഷ്മപിതാമഹൻ വിചാരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അർജുനനെ അവസാനിപ്പിക്കണം, എല്ലാവരെയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ അവസാനം അർജുനൻ്റെ ഹെൽമെറ്റിൽ കൊണ്ടു തുടങ്ങി, കയ്യിലൊക്കെ മുറിഞ്ഞു. അർജുനൻ്റെ ശരീരം മുഴുവനും ശരങ്ങൾ ചറച്ചു തുടങ്ങി. ഭീഷ്മപിതാമഹൻ്റെ കൂട്ടത്തിൽ കൃഷ്ണൻ്റെ മേത്തും വന്നു തുടങ്ങി. കാര്യം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അർജുനൻ്റെ സ്പീഡിന് അർജുനന് ഒരു ശരം വിടുമ്പോൾ 100 ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അർജുനൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, അവസാനം കൃഷ്ണന് മനസ്സിലായി ഇത് ശരിയാവില്ല. ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അർജുനനെ ഭീഷ്മപിതാമഹൻ ഉടനെ തന്നെ അവസാനിപ്പിക്കും. കൃഷ്ണന് അത് മനസ്സിലായപ്പോൾ അദ്ദേഹം നേരെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി. അദ്ദേഹം രഥത്തിൻ്റെ വീലെടുത്തിട്ടാണ് പിന്നെ പോകുന്നത് ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക്. ഈ മനോഹരമായ കാഴ്ചയാണ് ഭീഷ്മപിതാമഹൻ ഭീഷ്മസ്തുതിയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. രഥാംഗ പാണി എന്ന് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ഈ ഒരു രഥത്തിൻ്റെ ചക്രം എടുത്തിട്ട് ഭീഷ്മപിതാവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിപ്പോവുക. ആ സമയത്ത് അർജുനൻ വന്ന് കാലിൽ പിടിക്കുന്നു. അരുത്, നീ ശപഥം എടുത്തിട്ടുണ്ട് ആയുധം എടുക്കില്ല എന്നുള്ളത്, നീ അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഒരു കാര്യം അർജുനൻ ആ കാര്യം പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ആരെയാണ് നീ ആക്രമിക്കാൻ പോകുന്നത്? ഭീഷ്മപിതാമഹനെ, നമ്മുടെ മുത്തശ്ശൻ്റെ സ്ഥാനത്തുള്ള ഭീഷ്മപിതാമഹനെ ആക്രമിക്കാൻ പോകരുത്, ചെയ്യരുത്. എല്ലാവരും നിന്നെക്കുറിച്ച് മോശമായിട്ട് പറയും. കൃഷ്ണനോട് പറയുന്നു കൃഷ്ണനാണെങ്കിൽ ദേഷ്യം വന്ന് പോകുന്നു. അർജുനനാണെങ്കിൽ കാല് പിടിക്കുന്നു. അർജുനനെ വലിച്ചുകൊണ്ട് പോവാണ്. ഇല്ല, ഞാൻ ഭീഷ്മപിതാമഹനെ ഇന്ന് അവസാനിപ്പിക്കും. കാര്യം കൃഷ്ണന്റെ പ്രതിജ്ഞയായിരുന്നു അർജുനനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്. അർജുനനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏത് ലെവലിൽ പോകാൻ തയ്യാറാണ് കൃഷ്ണൻ. കാര്യം അർജുനന്റെ തേരാളിയായിട്ടാണ് നിൽക്കുന്നത്. സോ അദ്ദേഹം ഏതൊരു എക്സ്റ്റെൻഡ് വരെ പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു സെക്ഷനാണ് അത് ആക്ച്വലി. അപ്പോൾ അവിടെ നമുക്ക് കാണാം, അർജുനനോടുള്ള സ്നേഹം കൊണ്ട് കൃഷ്ണൻ സ്വന്തം പ്രതിജ്ഞ പോലും അവിടെ മാറ്റിവെച്ചു.
അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ അദ്ദേഹം മറന്നു. ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് കൗന്ദേയ പ്രതിജാനിഹി നമ്മെ ഭക്തപ്രണശി, നിനക്ക് എൻ്റെ ഭക്തർക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ പ്രതിജ്ഞ കാര്യമില്ല. ഞാൻ ചിലപ്പോൾ പ്രതിജ്ഞ എന്തെങ്കിലും എടുക്കും, അത് ഞാൻ പിന്നെ തെറ്റിക്കും. പക്ഷെ നീ ഉറക്കെ പ്രഖ്യാപിച്ചോളൂ അർജുന, എൻ്റെ ഭക്തർക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ട് ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ ഭക്തരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ട്, പറയാൻ നമുക്ക് സമയമില്ല. ജയദ്രഥൻ്റെ സെക്ഷനിലും ഇതേപോലെ യുദ്ധം നടക്കുന്ന സമയത്തും വേറൊരു ദിവസം കർണൻ പ്രശ്നമായി. ഇതിനു മുമ്പത്തെ ദിവസങ്ങളിൽ കർണൻ വന്ന് അറ്റാക്ക് ചെയ്ത് അർജുനനെ പോലെ തന്നെ ശക്തിശാലിയാണ് കർണൻ നല്ല ഒരു യോദ്ധാവാണ്. അവസാനം നാഗാസ്ത്രം പ്രയോഗിക്കും കർണൻ. നാഗാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും അർജുനൻ്റെ തല പോകാനുള്ളതായിരുന്നു അത്. കൃഷ്ണന് മനസ്സിലായി ഇത് അർജുനൻ്റെ അടുത്ത് വന്നാൽ തല പോവും, അർജുനൻ അവിടെ കഴിയും, ഫിനിഷാവും. കൃഷ്ണന് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, തേരിനെ ഒറ്റ ചവിട്ടി. അദ്ദേഹം ഡ്രൈവറാണ്. ഒരു ചവിട്ടിയപ്പോൾ ഒരു ഇഞ്ച് 2 ഇഞ്ചോളം ഈ തേര് താഴോട്ട് താന്നു. തേര് താഴോട്ട് താന്നപ്പോൾ ആ ശരം വന്ന് അർജുനൻ്റെ തല എടുക്കുന്നതിന്, കഴുത്തിൽ കൊള്ളുന്നതിന് പകരം കുറച്ച് താന്നപ്പോൾ ഹെൽമെറ്റിലാണ് കൊണ്ടത്. അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ കൊണ്ടു. കിരീടം തെറിച്ചു പോയപ്പോൾ അർജുനൻ ചോദിച്ചു, എൻ്റെ കിരീടം പോയി. നവരത്നമൊക്കെ ഉള്ള കിരീടം പോയി. കൃഷ്ണൻ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കിരീടം പോയതിനാണ് നിനക്ക് വിഷമം, നിന്റെ തല പോയനെ. അപ്പോൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അർജുനന് മനസ്സിലായിട്ടില്ല ഈ നാഗാസ്ത്രം വരുന്നു, എൻ്റെ തല പോകുന്നു അറിയില്ല. കൃഷ്ണൻ അത് കണ്ടു, ഉടനെ തന്നെ അവിടെ ആക്ട് ചെയ്തു. ഇതേപോലെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുതിരകൾക്ക് വയ്യാതെയായി, കുതിരകൾക്ക് ദാഹിച്ചു തുടങ്ങി, അവർക്ക് വയ്യാതെയായിട്ട് അവർക്ക് ക്ഷീണമായി, വേണ്ട രീതിയിൽ ഇത് മൂവ് ചെയ്യാതെയായി. അർജുനോട് പറഞ്ഞു കൃഷ്ണൻ, കുതിരകൾക്ക് ക്ഷീണമായി, അവർക്ക് വെള്ളം കുടിക്കേണ്ട സമയം കഴിഞ്ഞു, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, സ്പീഡ് കുറഞ്ഞു അവരുടെ. അർജുനൻ പറഞ്ഞു, ഇനി എന്താ ചെയ്യുക, ഇത് യുദ്ധത്തിൻ്റെ ഇടയിൽ നിർത്താൻ പറ്റില്ല, ബ്രേക്ക് എടുത്ത് 1 മിനിറ്റ് ബ്രേക്ക് എടുക്കട്ടെ, വെള്ളം കുടിക്കട്ടെ, അത് പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. കൃഷ്ണൻ്റെ അദൃശ്യ ശക്തി ഉപയോഗിച്ച് കൃഷ്ണൻ അവിടെ കുറച്ച് എല്ലാവരുടെയും കണ്ണു മൂടുന്ന രീതിയിൽ കുറച്ച് സംഭവങ്ങൾ അർജുനനെ ടാക്കിൾ ചെയ്ത്, അല്ലെങ്കിൽ ആ രഥത്തെ ടാക്കിൾ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവസാനം ഈ കൗരവർക്ക് ആർക്കും കാണാൻ സാധിക്കുന്നില്ല അർജുനൻ എവിടെയാണെന്ന് കുറച്ച് സമയത്തേക്ക്. ആ സമയത്ത് കൃഷ്ണൻ നേരിട്ട് വന്ന് കുതിരകളെ തലോടുന്നു, അവരെ സമാധാനിപ്പിക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു. ആ സമയത്ത് അർജുനനെ ആരും പിക്ചറിലേ കാണുന്നില്ല. ഭഗവാൻ കൃഷ്ണൻ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുറച്ച് നേരത്തേക്ക്. അതിനുശേഷം പിന്നെ വീണ്ടും അവർ രംഗത്തിലേക്ക് വരുന്നു. അങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ലാസ്റ്റാണ്, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വേറൊരു സിറ്റുവേഷനിൽ ജയദ്രഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ദുര്യോധനൻ്റെ സൈഡിൽ. അദ്ദേഹത്തെ ജയദ്രഥനെ കൊല്ലുമെന്ന് അർജുനൻ പ്രതിജ്ഞ എടുത്തു ഒരു ദിവസം. എന്നിട്ട് പറഞ്ഞു, ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ, അദ്ദേഹത്തെ ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തീയുണ്ടാക്കി ഞാൻ അതിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്നുള്ള തീരുമാനമെടുത്തു. ദുര്യോധനന് സന്തോഷമായി. ജയദ്രഥനെ ഒരു കാരണവശാലും അർജുനന് കാണാൻ പോലും കൊടുക്കില്ല എന്ന് ദുര്യോധനൻ തീരുമാനിച്ചു. അതേപോലെയാണ് സൈന്യങ്ങളെ അറേഞ്ച് ചെയ്തത് ദുര്യോധനൻ. അതായത് കാലത്ത് ഫൈറ്റിംഗ് തുടങ്ങി, അർജുനൻ ശപഥം എടുത്തത് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവരുടെ അന്നത്തെ ലക്ഷ്യം അർജുനനെ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യിപ്പിക്കുക, അതായിരുന്നു അന്നത്തെ ലക്ഷ്യം. അർജുനനെ തോൽപ്പിച്ച്, അതായത് അർജുനനെ ജയദ്രഥനെ കാണാത്ത രീതിയിൽ എങ്ങനെയും ആക്കിയിട്ട് അർജുനൻ അവസാനം യുദ്ധം കഴിഞ്ഞ അന്നത്തെ ദിവസം കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു ദുര്യോധന. സന്തോഷത്തോടു കൂടിയിട്ട് ദുര്യോധന ഫുൾ പ്ലാനിങ് ചെയ്തു. അങ്ങനെ സൈന്യത്തെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരു സർക്കിൾ സൈന്യത്തെ അറേഞ്ച് ചെയ്ത് അർജുനന് ഒരു കാരണവശാലും ജയദ്രഥനെ കാണാൻ സാധിക്കും. ജയദ്രഥനെ ഏറ്റവും പുറകിൽ വെച്ചു, ബാക്കി എല്ലാവരെയും മുമ്പിലേക്ക് ആക്കി. ഇവരെ ഓരോരുത്തരെയും കൊന്നിട്ട് വേണം, ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്തിട്ട് വേണം അവസാനം ജയദ്രഥൻ്റെ അടുത്ത് എത്താൻ. അത് എളുപ്പത്തിൽ സാധിക്കില്ല. അങ്ങനെയാണ് മിലിറ്ററി ഫോർമേഷൻ ഉണ്ടായിരുന്നത് അന്നത്തെ ദിവസം. അങ്ങനെ
അർജുനൻ ഫൈറ്റ് ചെയ്യുന്നു, കൃഷ്ണൻ കൂടെയുണ്ട്, ഫൈറ്റ് ചെയ്ത്. കാര്യം അർജുനൻ ശബ്ദം എടുത്തിട്ടുണ്ട്. അർജുനൻ്റെ അന്നത്തെ ഫോക്കസ് ഫുള്ള് ജയദ്രഥനാണ്. സാധിക്കുന്നില്ല. ദുര്യോധനൻ അതങ്ങനെയായിരുന്നു മിലിറ്ററി അറേഞ്ച് ചെയ്തിരുന്നത്. ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ കാലത്ത് ഫൈറ്റ് ചെയ്ത് തുടങ്ങി വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ ജയദ്രഥനെ കാണാൻ പറ്റിയില്ല അർജുനന്. അവസാനം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ്, ഏകദേശം ആ സമയത്താണ് എല്ലാവരെയും അവസാനിപ്പിച്ച് അർജുനൻ ജയദ്രഥന് മുമ്പിലെത്തുന്നത്. ജയദ്രഥനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആയുധം എടുക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കും. അർജുനൻ ഒന്നും ചിന്തിച്ചില്ല. ഒരു ക്ഷത്രിയനാണ് അദ്ദേഹം ചിന്തിച്ചു, എന്നെക്കൊണ്ട് സാധിച്ചില്ല, ഞാൻ ട്രൈ ചെയ്തു, എന്നെക്കൊണ്ട് സാധിച്ചില്ല. ആ ശരം, ജയദ്രഥനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ആ ശരം എടുത്ത് അദ്ദേഹം അവിടെ ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ അർജുനൻ ആ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു. ദുര്യോധനനും മറ്റുള്ളവർക്ക് സന്തോഷമായി. ആ സമയത്ത് കൃഷ്ണൻ അടുത്ത് പോകുന്നു. എന്നോട് ചോദിക്കും അർജുനനോട്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാനെടുത്ത ശബ്ദം എനിക്ക് നിറവേറ്റാൻ പറ്റിയില്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞ പോലെ ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ എൻ്റെ വാക്ക് തെറ്റിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. കൃഷ്ണൻ പറഞ്ഞു, അതിന് സൂര്യൻ അസ്തമിച്ചാലല്ലേ യുദ്ധം കഴിഞ്ഞിട്ടില്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ലേ, ഇനിയും കുറച്ചും കൂടെ സമയമുണ്ടെന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, സമയമില്ല, ഇരുട്ടായി, എന്താണ് ഇനി എന്ത്, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, ഇനി ഇവിടെ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ക്ഷത്രിയ ധർമ്മമല്ല. കൃഷ്ണൻ പറഞ്ഞു, അല്ലെങ്കിലും നിനക്ക് ജയദ്രഥനെ കൊല്ലാൻ സാധിക്കില്ല. ജയദ്രഥന് ഒരു അനുഗ്രഹമുണ്ട് ശിവന്റെ, മഹാദേവനിൽ നിന്ന്. ആർക്കും യുദ്ധകളത്തിൽ ജയദ്രഥനെ കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളത്. അത് ദുര്യോധനനും അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പുണ്ടായിരുന്നത് ദുര്യോധനന്. ഇന്ന് അർജുനൻ ആത്മഹത്യ ചെയ്യുന്നത് കാണാമെന്ന് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഭഗവാൻ ശിവൻ അനുഗ്രഹിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കും യുദ്ധകളത്തിൽ കൊല്ലാൻ സാധിക്കില്ല. എന്നാൽ അച്ഛൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ജയദ്രഥൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന്, അച്ഛൻ്റെ കയ്യിൽ നിന്നെങ്ങാനും ജയദ്രഥൻ്റെ ശിരസ് താഴെ വീഴുവാണെങ്കിൽ മകൻ മരിക്കും. അതേ ഉള്ളൊരു മാർഗം മരിക്കാൻ. അങ്ങനൊരു സംഭവം സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അച്ഛൻ്റെ കയ്യിൽ ജയദ്രഥൻ്റെ തല എങ്ങനെ വരാനാണ്? അത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ തന്നെ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ അത് ആ ഒരു കാര്യത്തെക്കുറിച്ച്, ക്ലോസിനെ കുറിച്ച് ആരും ചിന്തിച്ചില്ല. ജയദ്രഥനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. കൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ അർജുനോട് പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് നീ ജയദ്രഥനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീ റെഡി ആയിക്കോ, സൂര്യൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ നേരെ അവൻ്റെ തലയിലേക്ക് അമ്പ് അയച്ചോളൂ. ആ തല ശിരസ് തെറിച്ചു പോയിട്ട് ജയദ്രഥൻ്റെ അച്ഛൻ കുറേ എവിടെയോ സ്ഥലത്ത് അദ്ദേഹം ഗംഗാ നദിയിലിരുന്ന് സന്ധ്യാവന്ദനം ചെയ്യുന്നുണ്ടാവും. അവിടേക്ക് തല എത്തിക്കോളും തന്നെ. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ജയദ്രഥൻ്റെ തല വീഴുന്നു. അങ്ങനെ അച്ഛൻ താഴെയിടുന്നു, ജയദ്രഥൻ അവസാനിക്കും. അർജുനൻ പറഞ്ഞു, ഇതെനിക്കൊന്നും നീ പറയുന്നത് മനസ്സിലാവുന്നില്ല, നീ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് അച്ഛൻ എവിടെ, ഒന്നാമത് സന്ധിയായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, കൂടുതൽ എന്നോട് ചോദിക്കേണ്ട, അപ്പോൾ ഞാൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞാൽ പിന്നെ അർജുനൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കൃഷ്ണൻ പറഞ്ഞതാണ് അത് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നേരെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇരുട്ടാണപ്പോഴും അമ്പ് എടുത്തു റെഡിയായി നിൽക്കുവാണ്. കൃഷ്ണൻ ഉടനെ തന്നെ സുദർശന ചക്രം എടുത്തു. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെ സുദർശന ചക്രം എടുത്ത് അദ്ദേഹം പുറമേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സൂര്യൻ ഉദിച്ച്, ആക്ച്വലി സുദർശന ചക്രം ഉപയോഗിച്ച് കൃഷ്ണൻ താൽക്കാലികമായിട്ട് അത് സൂര്യനെ ഒന്ന് മറച്ചേക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട്. ആക്ച്വലി കാര്യം ഈ ജയദ്രഥനെ അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃഷ്ണൻ അർജുനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തേക്ക് അദ്ദേഹം ഈ സുദർശന ചക്രത്തെ മാറ്റുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ആക്റ്റീവായി, യുദ്ധക്കളത്തിൽ എല്ലാവരും ആക്റ്റീവായി. വീണ്ടും യുദ്ധത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട്, കുറച്ച് സമയം കൂടെ കിട്ടി. സ്പോട്ടിൽ സൂര്യൻ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വന്നപ്പോൾ അർജുനൻ അമ്പയച്ചു. സ്പോട്ടിൽ
അദ്ദേഹത്തിൻ്റെ കഴുത്തും കൊണ്ടുപോയി അവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സന്ധ്യാവന്ദനം ചെയ്യുന്ന ജയദ്രഥൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് ജയദ്രഥൻ്റെ തല വീഴുന്നു. എന്താണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ട് താഴെ ഇടുന്നു. താഴെയിട്ടപ്പോൾ അതോടുകൂടി അദ്ദേഹം അവസാനിക്കുന്നു. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃഷ്ണൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകുന്നുണ്ട് ഭക്തനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവോട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. എവിടെ വേണമെങ്കിലും ഏത് എക്സ്റ്റെൻറ്റ് പോകും. ഇതേപോലെയാണ് നമ്മൾ വിചാരിക്കും അർജുനൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ, പ്രഹ്ലാദൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ, ധ്രുവൻ്റെ കൂടെ മാത്രമേ അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ഇതേപോലെ ഒരുപാട് ഇൻസ്റ്റൻസസ് നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഓഹോ, ഭഗവാൻ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല തല പോകുന്ന കേസും നമ്മുടെ ചെറിയ മുറിവാക്കി തന്നിട്ടുണ്ട് ഭഗവാൻ. കൈ പോകുന്ന കേസ് ഭഗവാൻ ചെറിയൊരു മുറിവാക്കി തന്നിട്ടുണ്ട്. കാല് പോകുന്ന കേസുകൾ വെറും നഖം കളഞ്ഞു തന്നിട്ടുണ്ട്. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെയൊക്കെ നമ്മളെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം മാത്രം. ഇതേപോലെ പല സാഹചര്യങ്ങളിൽ നിന്ന്, പല ആളുകളിൽ നിന്ന്, പല കോൺഷ്യസ്നസ്സിൽ നിന്ന്, പല അപകടങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ. നമ്മൾ മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആവുന്നേക്കാൾ മുമ്പ് തന്നെ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഭഗവാന്റെ മഹാകാരുണ്യമുണ്ട്. എന്നാൽ നമ്മൾ ഭക്തർ കൂടി ആയിക്കഴിഞ്ഞാൽ ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ, ഭഗവാൻ പറയുന്ന പോലെ ഭഗവാന്റെ നാമം ജപിച്ച് ഭക്തി സേവനങ്ങളോട് ചെയ്ത് ഭക്തനാവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെർസി ഏത് ലെവലിൽ പോകുമെന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ അർജുനനും മറ്റുള്ള ഭക്തർക്കും ഭഗവാൻ എങ്ങനെയാണ് നേരിട്ട് വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാവും. സോ അതാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് യു ആർ മൈ ഡിവോട്ടി ആൻഡ് മൈ ഫ്രണ്ട്, സോ ദാറ്റ് ഈസ് വൈ ഐ എം സ്പീക്കിംഗ് ടു യു. സോ ഹീ ഈസ് ഓൾവേസ് ദെയർ ടു പ്രൊട്ടക്ട് ഹിസ് ഡിവോട്ടീസ്, ഈസ് ഓൾവേസ് ദെയർ ടു ഹെൽപ്പ് ദ ഡിവോട്ടീസ്. സോ അത് പറഞ്ഞുകൊണ്ട് ഓൾറെഡി ലേറ്റായി, എന്നോട് ക്ഷമിക്കുക. കുറച്ച് ലീലകൾ ഓർത്തുപോയി. ഈ ഒരു അവസരത്തിൽ ഭഗവാന്റെ മഹാകാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയതാണ്. ഭഗവാന്റെ മഹാകാരുണ്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സോ ഭക്തരാവുന്നേക്കാൾ മുമ്പേ അല്ലാത്തവരെയും എല്ലാവർക്കും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടർലൈനിങ് പോയിന്റ് അതാണ്. അപ്പോൾ നമ്മളൊന്ന് ഡിവോട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭഗവാന്റെ കാരുണ്യം. സോ ഒന്നും കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഏത് സിറ്റുവേഷനിലും ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ സിറ്റുവേഷൻസും കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. സോ അത് നമ്മൾ തിരിച്ചറിയുക, ഭഗവാന്റെ കാരുണ്യമാണെന്ന് വിചാരിക്കുക. ഓരോ സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ മഹാകാരുണ്യത്തിൻ്റെ പാത്രമായി മാറാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഒരു 2025 ഇന്ന് 2-ാം തീയതി ആയിട്ടുള്ളൂ. സോ ഇതാണ് ഈ ഒരു വർഷത്തിലെ ഒരു തുടക്കമായിട്ട് നല്ലൊരു മെസ്സേജായിട്ട് എടുക്കുക. കൂടുതൽ ഉത്സാഹത്തോടു കൂടി, കൂടുതൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഭക്തി സേവനങ്ങൾ ചെയ്യുവാനും ഭഗവാന്റെ നാമം ജപിക്കുവാനും ഭഗവത് സേവനങ്ങൾ ചെയ്യാനും ഭക്തർക്ക് ഡിവോട്ടീസിനെ സെർവ് ചെയ്യാനും സേവനം ചെയ്യാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ അടുത്ത വർഷം ആവുമ്പോഴേക്കും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകട്ടെ ഭക്തിയിൽ. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത की जय, जगद्गुरु शिला प्रभुपाद की जय, श्री कृष्ण भगवान की जय. हरे कृष्णा. थैंक यू.